മക്കൾ ഞാനൊന്നും മുമ്പല്ല നമ്മുടെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിൽ ആൺകുട്ടിയും പെൺകുട്ടിയും മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും മട്ടന്നൂർ കോളേജിൽ പഠിക്കുന്ന 2 കുട്ടികൾ മട്ടന്നൂർ ടൗണിലെ കൂർബാറിൽ കയറിയിട്ട് നാരങ്ങ വെള്ളം ഒന്നിച്ചു കൊടുക്കുന്ന കുറ്റത്തിനും ആൺകുട്ടിയെ ചെറുകിട്ട് പട്ടിയെ പോലെ തല്ലിച്ചതച്ച സംഭവങ്ങൾ നാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാട് ജാതി സംഘടനകളുടെ മത ബ്രാഹ്മന്മാരുടെ കൂട്ടരങ്ങായി രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനാൽ ശ്രീനാരായണഗുരുവിന്റെ പേര് പറയുന്നവർ, മുഹമ്മദ് അഹമ്മദ് ഖാന്റെ പേര് പറയുന്നവർ, മന്നത്ത് പത്മനാഭന്റെ പേര് പറയുന്നവർ എല്ലാവരും ഒറ്റക്കെട്ടായി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു ജാതി സംഘടനകളുടെ ഒരു പരിണാമത്തിന്റെ ഒരു ചിത്രമുണ്ട്. ശ്രീനാരായണഗുരു SNDPക്ക് രൂപം നൽകുന്നതിൽ മുൻകൈയെടുത്തു. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ നേതാവായി ശ്രീനാരായണ ഗുരുവിനെ തന്നെ അവർ ആദ്യം തെരഞ്ഞെടുത്തു. അതിന്റെ അധ്യക്ഷനായി 4 വർഷം കഴിയുമ്പോൾ നാരായണ ഗുരുവിനെ പറഞ്ഞു, എന്റെ ചിന്തക്ക്, എന്റെ പ്രവർത്തനത്തിന്, എന്റെ സങ്കല്പത്തിന് നിരക്കുന്ന നിലയിലല്ല SNDP പോകുന്നത്. അതുകൊണ്ട് SNDPയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല, എന്റെ ഒരു സമുദായത്തിന്റെ ആളായും നിങ്ങൾ ചിത്രീകരിക്കണമെന്ന് നാരായണ ഗുരു SNDPയുടെ പ്രസിഡന്റായിരുന്ന പത്രങ്ങളോട് പറഞ്ഞു. നാട്ടിന്റെ എണ്ണത്ത് ജാതിബോധത്തിന്റെയും മതസമൂഹത്തിന്റെയും നായന്മാരുടെ കൈകളിലേക്ക്, സുകുമാര നായന്മാരുടെ കൈകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ജാതി സംഘടനകൾ, മതസംഘടനകൾ കേരളീയ ജനതയെ വഴിതെറ്റിക്കാൻ, വിഘടിപ്പിക്കാൻ നോക്കുന്ന വർത്തമാനത്തിൽ നാം ഒത്തുചേർന്ന് നമ്മളുണ്ടെന്ന ഈ സദ്യ ഒരു സമരമുഖമാണോ? ഈ സമരമുഖത്തിന് പുതിയ മാനങ്ങളുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ അർത്ഥത്തിലും ജനതയെ കൊള്ളയടിക്കുന്ന, ജനതയെ ഏറ്റവും ക്രൂരമായ നിലയിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ, ആ ഭരണാധികാരികൾക്കെതിരെ ഒറ്റക്കെട്ടായി ചെറുത്തുനിൽക്കുന്ന പുതിയ അധ്യായങ്ങൾ നമുക്ക് എഴുതിച്ചേർക്കാൻ പറ്റണം. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു, നിങ്ങളെ സഹായിക്കാൻ, കൃഷിക്കാരെ സഹായിക്കാൻ, ഈ നാട്ടിലെ കർഷകരെ, തൊഴിലാളികളെ സഹായിക്കാൻ എന്റെ കയ്യിൽ മരം കഴിക്കുന്ന, പണം കഴിക്കുന്ന മരങ്ങളില്ല. അത്രേ പ്രധാനമന്ത്രി പറയാണ്, പണം കഴിക്കുന്ന മരമില്ല എന്റെ കയ്യിൽ. സബ്സിഡി കൊടുക്കുന്നതാണോ? കൃഷിക്കാരനും കർഷക തൊഴിലാളികളെയും സഹായിക്കുന്നതാണോ ഈ നാട്ടിൽ ജനങ്ങൾ ഖജനാവ് കാര്യമായി പോകാൻ, ദുരിതത്തിലേക്ക് പോകാൻ കാരണം? അതുകൊണ്ട് സബ്സിഡി എല്ലാം എടുത്തു കളയണം. സബ്സിഡി കൊടുക്കണമെന്നില്ല. ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിച്ചുകൊണ്ടിട്ടാൽ നിറഞ്ഞ സ്നേഹത്തോടെ ഒരു സബ്സിഡി ചോദിക്കുന്നു. അത് ഈ നാട്ടിലെ കർഷകന് സബ്സിഡി കൊടുക്കുന്നത് കൊണ്ടാണോ ഈ നാട്ടിൽ നമ്മുടെ നാട് സാമ്പത്തിക വർദ്ധനയിലേക്ക് പോകുന്നത്? നമ്മുടെ നാട്ടിൽ ധനക്കമ്മി ഉണ്ടാകുന്ന ഒരു ചെറിയ സംശയം ഞങ്ങൾ പങ്കുവെക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ 55,000 കോടി രൂപ ഇന്ത്യയിലെ വൻകിട മുതലാളിമാർക്ക് നികുതി ഇളവ് കൊടുത്തു. 55,000 കോടി രൂപ